ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാളായി ഞാനൊരു വീഡിയോ ചെയ്തിട്ട്. അതിന് കുറേ കാര്യങ്ങളും കാരണങ്ങളൊക്കെ ഉണ്ട്. സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്. പുതിയ വീഡിയോ എന്ന് പറയുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു നല്ലൊരു ക്യാമറ വാങ്ങണം എന്നുള്ളത്. ബിക്കോസ് ഞാൻ ഈ സ്മാർട്ട് ഫോണിൽ വീഡിയോസ് എടുക്കുന്ന സമയത്ത് കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. നല്ല വിഷ്വൽസ് കിട്ടുന്നില്ല, സ്റ്റെബിലൈസേഷൻ പോരാ, പിന്നെ ബാക്കിയുള്ള ആൾക്കാരുടെയൊക്കെ ഒരു നോട്ടുണ്ട് ഈ ക്യാമറയും തൂക്കി പിടിച്ചിങ്ങനെ നടക്കും. അതായത് പ്രൊഫഷണൽ ക്യാമറാസ് അല്ലാതെ നമ്മൾ ഈ മൊബൈൽ ഫോണും പിടിച്ച് നടക്കുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ട് ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ് ഒരു നല്ലൊരു ക്യാമറ വാങ്ങാൻ. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റും ബഡ്ജറ്റിന് ഒക്കെ വേണമല്ലോ. സോ അങ്ങനെ നോക്കി അവസാനം ഒരു ക്യാമറ എനിക്ക് പറ്റിയ എൻ്റെ പർപ്പസിന് പറ്റിയ രീതിയിലൊരു ക്യാമറ ഞാൻ വാങ്ങിയിട്ടുണ്ട്. സോ ആ ഒരു ക്യാമറയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ ഞാൻ വാങ്ങിയ ക്യാമറ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ദാ ഇവനാണ്. ഇവൻ നിങ്ങൾ കാണുന്നുണ്ടാവില്ല, ഇത് ഗോപ്രോ ആണ്, ഗോപ്രോൻ്റെ ഹീറോ 9. സോ ഈ ബോക്സിനുള്ളിൽ ഞാൻ ആഗ്രഹിച്ച എൻ്റെ ക്യാമറ ഉണ്ട്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ക്യാമറയാണ്. സോ നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ബോക്സ് ഞാൻ തുറന്നു നോക്കാം. വളരെ നല്ല ക്വാളിറ്റി ഉള്ള സിബും കാര്യങ്ങളൊക്കെയാണ്. സോ തുറന്നു നോക്കുമ്പോൾ ഇതാണ് നമ്മളുടെ ഗോപ്രോൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉള്ളിലുള്ളത്. ഇതാണ് നമ്മളുടെ ഐറ്റം. പിന്നെ ഒരു ബാറ്ററി കൊടുത്തിട്ടുണ്ട്, ഒരു USB കേബിൾ ഉണ്ട്. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ ഈ ഹെൽമെറ്റൊക്കെ വെക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു ക്ലാമ്പാണ്. പിന്നെ ഹെൽമെറ്റിൽ ചെയ്യുന്ന മൗണ്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. അതായത് ഗോപ്രോ, പിന്നെ ഒരു എക്സ്ട്രാ ബാറ്ററി, പിന്നെ ഒരു ടൈറ്റനിങ് സ്ക്രൂ, പിന്നെ ഒരു USB ചാർജിങ് ഡിവൈസ്, പിന്നെ ഹെൽമെറ്റ് മൗണ്ട്. ഇത്രയും കാര്യങ്ങളേ വരുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ പുറകിൽ നമ്മുടെ യൂസേഴ്സ് മാനുവൽ വരുന്നുണ്ട്. അതൊക്കെ വായിച്ച് പഠിക്കണം. അതൊക്കെ ഞങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ നോക്കി വായിച്ച് പഠിച്ചോളുണ്ട്. ഇപ്പോൾ നോക്കിയാലൊന്നും മനസ്സിലാവില്ല. പിന്നെ സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട്. ഗോപ്രോൻ്റെ ഒറിജിനൽ സ്റ്റിക്കേഴ്സാണ്. നമുക്ക് ഈ സ്റ്റിക്കേഴ്സ് നമ്മുടെ ഹെൽമെറ്റിൻ്റെ മുകളിൽ, ലാപ്ടോപ്പിൻ്റെ മുകളിൽ, അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ നമുക്ക് ഒട്ടിച്ച് വെക്കാം. 1, 2 മാക്സിമം 1, 2, 3 സ്റ്റിക്കേഴ്സ് അവൈലബിൾ ആണ്. സോ ഫൈനലി ഗോപ്രോ ഒന്ന് എടുത്ത് നോക്കുകയാണ്. ഭയങ്കര ഹാപ്പിയാണ്. ബിക്കോസ് ഇതൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്ത് പൈസ ഇല്ലായിട്ട് ഞാനിതിപ്പം വാങ്ങിയിരിക്കുന്നത് റെഡി ക്യാഷിനൊന്നുമല്ല, ഫിനാൻസിലാണ്. ഫിനാൻസ് എന്ന് പറയുമ്പോൾ ബജാജ് ഫിനാൻസിൻ്റെ ആ ഒരു കാർഡ് ഉപയോഗിച്ചിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. ഞാൻ പണ്ട് ബജാജ് ഫിനാൻസിൻ്റെ കാർഡ് ഉണ്ടായിരുന്നു. സോ ആ കാർഡ് ഉപയോഗിച്ചിട്ട് എനിക്ക് ചെറിയ പൈസയ്ക്ക് ചെറിയൊരു പൈസ കൊടുത്തിട്ട് എടുക്കാൻ പറ്റി. ബാക്കി EMI ആണ്. എന്തായാലും അവിടെ ഫിനാൻസ് ആണെങ്കിലും കുഴപ്പമില്ല, ഇത് ഞാൻ അടച്ചു തീർക്കും എങ്ങനെയെങ്കിലും. ഓക്കെ, ഇതാണ് ഗോപ്രോ. ഇനി നമ്മൾ ഈ ഗോപ്രോൻ്റെ അകത്ത് എന്തൊക്കെ സാധനങ്ങൾ വന്നിട്ടുണ്ട് അതൊക്കെ അറ്റാച്ച് ചെയ്യണം. സോ ബാറ്ററി നോക്കാം. ബാറ്ററി 1720 mAh ഒരു ബാറ്ററിയാണ് വന്നിട്ടുള്ളത്. ഗോപ്രോ 8നേക്കാളും കുറച്ചും കൂടെ അതിന് ബാറ്ററി ലൈഫ് കൂടിയിട്ടുണ്ട്. സോ നമുക്ക് ആദ്യം ബാറ്ററി ഇടാം. അപ്പോൾ ബാറ്ററി ഇടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പുറകിലായിട്ട് ഒരു ബാറ്ററി ഓപ്പണിംഗ് ഉണ്ടാവും. യെസ്, ഇതാണ് ഇതിൻ്റെ ബാറ്ററി ഓപ്പണിങ്. ഇത് ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് പ്രസ് ചെയ്യുക, പുറകോട്ടേ വലിക്കുക. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. പിന്നെ ഈ ബാറ്ററി നേരെ അങ്ങോട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ അകത്ത് ഇടാനുള്ളത് മെമ്മറി കാർഡാണ്. സോ ഇതിനകത്ത് മെമ്മറി കാർഡ് എന്ന് പറയുമ്പോൾ നോർമൽ മെമ്മറി കാർഡ് നമ്മൾ യൂസ് ചെയ്യുക. പക്ഷേ റെക്കമെൻഡ് ചെയ്യുന്നത് കുറച്ചും കൂടെ നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള മെമ്മറി കാർഡ് യൂസ് ചെയ്യുക. അതായത് സാൻഡിസ്കിൻ്റെ എക്സ്ട്രീം പ്രോ പോലുള്ള കുറച്ചും കൂടെ നല്ലൊരു മെമ്മറി കാർഡുകൾ യൂസ് ചെയ്യുക. അപ്പോൾ മെമ്മറി കാർഡിലുള്ള ആ ഒരു പോർട്ട് വരുന്നത് ഈ ബാറ്ററിയുടെ തൊട്ടടുത്ത് തന്നെയാണ്. സോ മെമ്മറി കാർഡ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുക. സാധാ SLR ഇടുന്ന പോലെ തന്നെ ജസ്റ്റ് ഇട്ടിട്ട് ഒന്ന് പ്രസ് ചെയ്താൽ മതി. പിന്നെ ഞാനൊരു സംഭവം കൂടെ വാങ്ങിയിട്ടുണ്ട്. അതായത് ഒരു ട്രൈപ്പോഡും കൂടെ വാങ്ങി. ഇതൊരു 3-way ട്രൈപ്പോഡാണ്. സോ ഇത് നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇത് 3-4 ആംഗിളിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. സോ നോർമലായിട്ടുള്ള ഈ ഒരു ആംഗിളിൽ നമുക്ക് ലൂസാക്കിയിട്ട് ഇതിട്ടതിന് ശേഷം ഇതിൻ്റെ പുറകെ തന്നെ എന്തുണ്ട്, നമുക്കിത് കണക്ട് ചെയ്യാനുള്ള ഒരു സംഭവം ഗോപ്രോ കൊടുത്തിട്ടുണ്ട്. വേറെ എക്സ്ട്രാ കേസിൻ്റെ ആവശ്യമൊന്നുമില്ല ഇപ്പോൾ തൽക്കാലത്തേക്ക്, പിന്നെ ആവശ്യം വരും. അപ്പോൾ ഇത് അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്യുക. പിന്നെ അതിൻ്റെ കൂടെ ടൈറ്റ് ചെയ്യാൻ തന്നിരിക്കുന്ന സ്ക്രൂ ഉപയോഗിച്ചിട്ട് ടൈറ്റ് ചെയ്യാം. സോ ഇപ്പോൾ നമ്മുടെ ഗോപ്രോൻ്റെ ഒരു വ്ളോഗർ സ്റ്റൈലിലൊക്കെ മാറിയിട്ടുണ്ട്. ഒരു പ്രൊഫഷണൽ ലുക്ക് കിട്ടുന്നുണ്ട്. ഭയങ്കരമായിട്ട് ഒരു കംഫേർട്ട് കിട്ടുന്നുണ്ട്. ഇത് പിടിച്ച് വ്ളോഗ് ചെയ്യാനൊക്കെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. കുഴപ്പമില്ല, അടിപൊളി.
സോ നമുക്ക് ഈ ഒരു ഗോപ്രോയിൽ എടുത്തിരിക്കുന്ന കുറച്ച് വിഷ്വൽസും അതേമാതിരി തന്നെ സ്മാർട്ട് ഫോൺ എടുക്കുന്ന വിഷ്വൽസും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ബിക്കോസ് ഞാൻ ഇത്രയും കാലം ഉപയോഗിച്ചിരുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിന്നും എന്ത് മാറ്റമാണ് ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് എനിക്ക് ഉണ്ടാകുക എന്നുള്ളത് ഒന്ന് അറിയണം. അപ്പോൾ ഇത് രണ്ടും ഒരേ സമയത്ത് തന്നെ നമുക്ക് ഫിറ്റ് ചെയ്തിട്ട് കുറച്ച് വിഷ്വൽസ് സ്ലോ മോഷൻ അതേപോലെ തന്നെ 4K പിന്നെ 1080p അങ്ങനെയുള്ള എല്ലാ ഒരു വിഷ്വൽസും എടുത്ത് നോക്കാം. എന്നിട്ട് ഇത്രയും കാശ് മുടക്കി ഇത് വാങ്ങിയതിനെ കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം എനിക്ക് കിട്ടുമെന്നുള്ളത് എനിക്കൊരു തൃപ്തി വേണമല്ലോ. അതേപോലെ തന്നെ നിങ്ങൾക്കത് കാണിച്ചു തരാൻ പറ്റുമല്ലോ. സോ ഇനി അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് ഡിവൈസും, അതായത് എൻ്റെ സ്മാർട്ട് ഫോണും അതേപോലെ തന്നെ GoProയും ഒരു ഹോൾഡർ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഉപയോഗിച്ച് കുറച്ച് വീഡിയോസിൻ്റെ ഷോർട്സ് ഒക്കെ ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ എന്താണ് അതിൻ്റെ സെറ്റിംഗ് നമുക്ക് മനസ്സിലാക്കാം. സോ ഇപ്പോൾ എടുക്കുന്ന വിഷ്വൽസ് എന്ന് പറയുന്നത് രണ്ടിലും 1080pയിലാണ് റെസൊല്യൂഷൻ വെച്ചിരിക്കുന്നത്. വൈഡ് ആംഗിൾ അല്ല, നോർമൽ ആംഗിളാണ്. അതേപോലെ തന്നെ സ്റ്റെബിലൈസേഷൻ രണ്ടിലും ഓഫാണ്. ഇപ്പോൾ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത് നേരത്തെ പോലെ തന്നെ 1080p തന്നെയാണ് റെസൊല്യൂഷൻ, പക്ഷേ വൈഡ് ആംഗിൾ രണ്ടിലും ഓൺ ആക്കിയിട്ടുണ്ട്. ഫോണിലും വൈഡ് ആംഗിളാണ്, അതേപോലെ തന്നെ GoProയിലും വൈഡ് ആംഗിളാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ എത്രമാത്രം വർക്കിംഗ് ആണെന്ന് നോക്കാം. ഞാനിപ്പോൾ നടക്കുകയാണ്, ചെറിയ രീതിയിലാണ് നടക്കുന്നത്. സോ ഇന്ന് നടക്കുന്ന സമയത്ത് രണ്ടിൻ്റെയും സ്റ്റെബിലൈസേഷൻ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും എന്താണ് സ്ഥിതി എന്നുള്ളത്. GoProൻ്റെ സ്റ്റെബിലൈസേഷൻ എത്രത്തോളം ഉണ്ടെന്നുള്ളതും അതേപോലെ തന്നെ ഈ സ്മാർട്ട് ഫോണിൻ്റെ സ്റ്റെബിലൈസേഷൻ എത്രത്തോളം ഉണ്ടെന്നുള്ളതും. സോ ഇനിയിപ്പോൾ ഞാനൊന്ന് ചെറുതായിട്ട് റൺ ചെയ്ത് നോക്കട്ടെ, ഒന്ന് ഓടി നോക്കുകയാണ്. സോ അപ്പോൾ എന്താ സ്ഥിതി? അപ്പോൾ നന്നായിട്ട് ക്യാമറ കുലുങ്ങുന്നുണ്ട്. സോ അപ്പോൾ സ്റ്റെബിലൈസേഷൻ്റെ സ്ഥിതി എന്താണെന്നുള്ളത് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെയിലായതുകൊണ്ട് ഇപ്പോൾ മനസ്സിലാവില്ല. ഓടിയിട്ട് നന്നായിട്ടൊന്ന് കിടക്കുന്നുണ്ട്. സോ സ്റ്റെബിലൈസേഷനും ഏകദേശം നോക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ റിസൾട്ട് അറിയണമെങ്കിൽ എഡിറ്റിംഗ് ടേബിളിൽ പോകണം, എഡിറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവും. സോ ഗൈസ്, ഇപ്പോൾ ഞാൻ രണ്ടിലുള്ള വ്ളോഗിങ് ടെസ്റ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. GoProയിൽ വൈഡ് ആംഗിളാണ്, അതേപോലെ തന്നെ ഫോണിലാണെങ്കിലും വൈഡ് ആംഗിളാണ് ഇട്ടിരിക്കുന്നത്. സോ വ്ളോഗ് ചെയ്യുന്ന സമയത്ത് നടന്നുകൊണ്ടാണ് ഇപ്പോൾ വ്ളോഗ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളുടെ വോയിസ്, എൻ്റെ വോയിസ് എത്രത്തോളം നിങ്ങൾ കേൾക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും, എനിക്കേ കേൾക്കാൻ പറ്റാണ്ടുള്ളൂ. സോ അതാണ് അവസ്ഥ. സോ നമുക്കൊന്ന് മൈക്കോൺ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് എൻ്റെ സ്മാർട്ട് ഫോണായ സാംസങ് A71ലാണ്. അപ്പോൾ ഹലോ, മൈക്ക് ചെക്ക് 1 2 3 1 2 3. ഓക്കെ, ഇപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് GoProയുടെ മൈക്കിലാണ്. സോ GoPro മൈക്ക് ചെക്ക് 1 2 3 1 2 3 1 2 3. സോ ഇനി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ വണ്ടിയിൽ പോകുന്ന സമയത്ത്, അതായത് മോട്ടോ വ്ളോഗ് ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു ചെക്കിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഗൈസ്, ഇത്രയൊക്കെയാണ് ഈ ഒരു GoPro വാങ്ങിയതിനെ പറ്റിയുള്ള എൻ്റെ വിശേഷങ്ങളും മറ്റും എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. എൻ്റെ കുറേ നാളത്തെ ഒരു സ്വപ്നമായിരുന്നു, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഡ്രീം തന്നെയായിരുന്നു ഒരു GoPro അല്ലെങ്കിൽ നല്ലൊരു ക്യാമറ എന്നുള്ളത്. സോ നല്ല ക്യാമറ എന്ന് പറയുമ്പം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. മിറർലെസ് ക്യാമറാസ്, DSLRs, GoPro അങ്ങനെ ഒരുപാട്. സോ ബഡ്ജറ്റിന് പറ്റിയൊരു ക്യാമറ എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ GoPro എടുത്ത്. എനിക്ക് ഇനി ഒരുപാട് സ്വപ്നങ്ങൾ വേറെയുണ്ട്, അത് വേറെ കാര്യം. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രധാനമായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ഒരു GoPro എടുക്കുന്ന ആൾ, അതായത് സ്മാർട്ട് ഫോൺ കൊണ്ട് വ്ളോഗ് ചെയ്ത് ഒരു അപ്ഡേഷൻ എന്നുള്ള രീതിയിൽ നമ്മളൊരു മറ്റൊരു ക്യാമറ ഉപയോഗിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഗുണം ഇതുകൊണ്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. സോ അത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ ഞാൻ എടുത്തിരിക്കുന്നത് എൻ്റെ അറിവിൻ്റെ പരിമിതികൾ വെച്ചിട്ടാണ്. സോ അതുകൊണ്ട് തന്നെ ചിലപ്പം ചില കുറവുകൾ ഉണ്ടായിട്ടുണ്ടാവാം, ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ടാവാം. സോ അതൊക്കെ നല്ലവരായ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് ക്ഷമിച്ച് വിട്ടേക്കണം. പിന്നെ എന്നെക്കാളും നല്ല വിവരവും വിദ്യാഭ്യാസമുള്ള ഒരുപാട് ആൾക്കാർ GoProനെ പറ്റി ഫുൾ ഫീച്ചേഴ്സ് അടക്കമുള്ള വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഈ GoPro എന്ന് പറയുന്ന ഒരു സാധനം ഒരുപാട് ഫീച്ചേഴ്സ് ലോഡഡാണ്. അപ്പോൾ എനിക്ക് അറിയുന്ന കുറച്ച് സാധനങ്ങൾ, അതായത് ഞാൻ ഇതേപോലെ തന്നെ യൂട്യൂബിലൊക്കെ നോക്കി ജസ്റ്റ് പഠിച്ച് മനസ്സിലാക്കിയ കുറച്ച് വിവരങ്ങൾ ഉപയോഗിച്ചിട്ട് ഞാനൊരു ടെസ്റ്റ് നടത്തി എന്നേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാക്കട്ടെ എന്ന് വിചാരിക്കുന്നു. സോ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടതിന് എല്ലാവരോടും നന്ദി പറയുകയാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇറ്റ്സ് മീ യുഎസ് ശ്യാം വിശ്വാസ്.